بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ വീഡിയോയിൽ നമ്മൾ 4ാം ക്ലാസ്സിലെ അഖ്ലാഖ് എന്ന വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത്. ഇവിടെ ആദ്യത്തെ ആക്ടിവിറ്റി, ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാം. 6 ചോദ്യങ്ങളുണ്ട്. ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരങ്ങൾ ഓപ്ഷൻസുകളായി ബ്രാക്കറ്റിൽ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ചോദ്യങ്ങൾ വായിച്ചു നോക്കുക. യോജിക്കുന്ന ആൻസറുകൾ അതിൻ്റെ നേരെ അടുത്ത് ഇതാണ് വേണ്ടത്. ഇവിടെ ഒന്നാമത്തെ ചോദ്യം, സലാം പറയുമ്പോൾ സുന്നത്ത്. സലാം പറയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ സുന്നത്തായ ഒരു കാര്യമുണ്ടല്ലോ. നമ്മൾ ഓപ്ഷൻസുകൾ ഇങ്ങനെ വായിച്ചു നോക്കിയാൽ 4ാമത്തെ ഓപ്ഷൻസ് നോക്കൂ, മുസാഫഹത്ത് എന്നുണ്ട്. മുസാഫഹത്ത് എന്ന് പറഞ്ഞാൽ സലാം പറയുമ്പോൾ കൈ പിടിക്കുക. അപ്പോൾ സലാം പറയുമ്പോൾ സുന്നത്തായ മറ്റൊരു കാര്യമാണ് മുസാഫഹത്ത്. ഇവിടെ ഓപ്ഷൻസിലുള്ളത് മുസാഫഹത്ത്, അതാണ് കറക്റ്റ് ആൻസർ. ഇനി 2ാമത്തെ ചോദ്യം നോക്കൂ, നന്ദി പറയലാണ്. അഥവാ നന്ദി പറയുമ്പോൾ നമ്മൾ എന്താണ് പറയേണ്ടത്, അറബിയിൽ എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എന്ന് നമുക്കറിയാലോ. ഓപ്ഷൻസുകൾ ഇങ്ങനെ നോക്കുമ്പോൾ അതിലുണ്ട്. അതിൽ 5ാമത്തെ ഓപ്ഷൻസ് നോക്കൂ, ജസാക്കല്ലാഹു ഖൈറാ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നന്ദി പറയലാണ് ജസാക്കല്ലാഹു ഖൈറാ എന്നാണ് അവിടെ യോജിക്കുന്ന ഉത്തരം. 3ാമത്തെ ചോദ്യം എന്താ, അസുഖത്താൽ പ്രയാസപ്പെടുന്നവർക്ക് ഏറെ ആശ്വാസം പകരും. അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വളരെ ഏറെ ആശ്വാസം പകരുന്നൊരു കാര്യം, അതിങ്ങനെ മുകളിൽ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഏതാണ്? സന്ദർശനം. അവരെ സന്ദർശിച്ചാൽ അവർക്ക് ഏറെ ആശ്വാസമുള്ള കാര്യമാണല്ലോ. അപ്പോൾ ഇവിടെ ആൻസർ അസുഖത്താൽ പ്രയാസപ്പെടുന്നവർക്ക് ഏറെ ആശ്വാസം പകരും, സന്ദർശനം. 4ാമത്തെ ചോദ്യം, ഇമാം നവവി റളിയല്ലാഹു അൻഹുവിൻ്റെ വളർച്ചയ്ക്ക് കാരണം. നമുക്കറിയാം, യഹ്യ ഇബ്നു ഷറഫ് എന്ന് പേരുള്ള ഒരു മഹാൻ പിന്നീട് വളരെ വലിയ ലോകം അറിയപ്പെടുന്നൊരു പണ്ഡിതനായിട്ട് മാറിയല്ലോ. അപ്പോൾ അദ്ദേഹമാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണം എന്താണ് എന്നാണ്. അപ്പോൾ ഇങ്ങനെ വായിച്ചു നോക്കിയാൽ ആദ്യത്തെ ഓപ്ഷൻസ് എന്താ, ഉമ്മയുടെ പ്രാർത്ഥന. അതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ഇമാം നവവി റളിയല്ലാഹുവിൻ്റെ വളർച്ചയ്ക്ക് കാരണം ഉമ്മയുടെ പ്രാർത്ഥന. 5ാമത്തെ ചോദ്യം, നമ്മുടെ ഉപ്പയും ഉമ്മയുമായി രക്തബന്ധമുള്ളവരാണ്. നമ്മുടെ ഉപ്പയും ഉമ്മയുമായിട്ട് രക്തബന്ധമുള്ളവരാണ്. അതാരാണ്? 2ാമത്തെ ഓപ്ഷൻസ് നോക്കൂ, കുടുംബക്കാർ. അതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. നമ്മുടെ ഉപ്പയും ഉമ്മയുമായി രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ. 6ാമത്തെ ചോദ്യം, അക്രമം. അക്രമം എന്ന് പറഞ്ഞാൽ അതെന്താണ്? 3ാമത്തെ ഓപ്ഷൻസ് അതതിൻ്റെ കറക്റ്റ് ആൻസർ, അതാണ് മഹാപാപമാണ്. അക്രമം മഹാപാപമാണ്. ഉത്തരങ്ങൾ ഒന്നുകൂടി വായിക്കാം. 1, സലാം പറയുമ്പോൾ സുന്നത്ത്. എന്നോട് യോജിക്കുന്ന ഉത്തരം മുസാഫഹത്ത്. 2, നന്ദി പറയലാണ്. എന്നോട് യോജിക്കുന്നത് ജസാക്കല്ലാഹു ഖൈറാ. 3ാമത്തെ ചോദ്യം, അസുഖത്താൽ പ്രയാസപ്പെടുന്നവർക്ക് ഏറെ ആശ്വാസം പകരും. എന്നോട് യോജിക്കുന്ന ഉത്തരം സന്ദർശനം. 4ാമത്തെ ചോദ്യം, ഇമാം നവവി റളിയല്ലാഹു അൻഹുവിൻ്റെ വളർച്ചയ്ക്ക് കാരണം. അതിനോട് യോജിക്കുന്ന ഉത്തരം ഉമ്മയുടെ പ്രാർത്ഥന. 5ാമത്തെ ചോദ്യം, നമ്മുടെ ഉപ്പയും ഉമ്മയുമായി രക്തബന്ധമുള്ളവരാണ്. അതിനോട് യോജിക്കുന്ന ഉത്തരം കുടുംബക്കാർ. 6ാമത്തെ ചോദ്യം, അക്രമം. അതിനോട് യോജിക്കുന്നത് മഹാപാപമാണ്. ഇനി 2ാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം. ഇവിടെയും 6 ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ അവസാന ഭാഗം പൂർത്തീകരിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. എന്താണ് 1ാമത്തെ ചോദ്യം? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി ഡാഷ്. നമുക്കറിയാലോ, അത് നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണ്. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി. അവിടെ എന്താണ്? സ്വഗീറ എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത്. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ. എന്താണ് അതിൻ്റെ അർത്ഥം? രക്ഷിതാവേ, ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പോലെ അവർക്ക് 2 പേർക്കും നീ കരുണ ചെയ്യണമേ. അർത്ഥം കൂടി ഹദീസുകളൊക്കെ പൂരിപ്പിക്കാനോ അല്ലെങ്കിൽ ഓർഡറാക്കാനോ അങ്ങനെ പല ചോദ്യങ്ങളായിട്ട് വരും. അപ്പോഴൊക്കെ നമ്മൾ അതിൻ്റെ അർത്ഥം കൂടി പഠിച്ചു വെക്കുക. അപ്പോൾ അർത്ഥം എഴുതാൻ വേണ്ടി വന്നാൽ അതും എഴുതാൻ വേണ്ടി സാധിക്കും. 2ാമത്തെ ചോദ്യം എന്താ, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുഹ്സിൻ ഡാഷ്. എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, അയൽവാസികളെ ആ പാഠമുണ്ടല്ലോ, അതിൽ പഠിച്ചിരിക്കണമല്ലോ. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുഹ്സിൻ ഇലാ ജാരിഹി. ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ അവൻ്റെ അയൽവാസിക്ക് ഗുണം ചെയ്യട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം വരിക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അർത്ഥം കൂടി ശ്രദ്ധിക്കുക. 3ാമത്തെ ചോദ്യം എന്താ, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം ഡാഷ്.
അത് നമ്മൾ അത് സൽക്കാരത്തിനെ കുറിച്ചും കണ്ടൊക്കെയുള്ളൊരു പാഠം അതിൽ പഠിച്ചല്ലോ. മൻകാന യുമിനു ബില്ലാഹി വല്യൗമിൽ ആഖിരി ഫല്യുക്രിം ലൈഫഹു എന്നാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. ആരെങ്കിലും അള്ളാഹുലും മധ്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ്റെ അതിഥിയെ ആദരിക്കട്ടെ. അങ്ങനെയാണ് അർത്ഥം വരിക. ഈ രണ്ട് ഹദീസുകളൊന്ന് ശ്രദ്ധിക്കുക. അതിൻ്റെ അവസാന ഭാഗത്ത് ചെറിയ മാറ്റങ്ങളും വരും. ആദ്യ ഭാഗം ഒരേപോലെ തന്നെയാണ്. മൻകാന യുമിനു ബില്ലാഹി വല്യൗമിൽ ആഖിരി വരെ ഓക്കെയാണ്. അതിനുശേഷം ഫൽ യുഹസിൻ എന്ന് വന്നാൽ ഇലാ ജാരിഹി എന്നും ഫൽ യുക്രിം എന്ന് വന്നാൽ ലൈഫഹു എന്നാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ അതിൻ്റെ അർത്ഥം നേരത്തെ സൂചിപ്പിച്ചു, അതും കൂടി മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി 4ാമത്തെ ചോദ്യം, ധൂർത്ത് പോലെ ഒഴിവാക്കേണ്ട സ്വഭാവമാണ് എന്ത്? ധൂർത്ത് പോലെ ഒഴിവാക്കേണ്ട സ്വഭാവമാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത് എന്താണ്? പിശുക്കും. അപ്പോൾ അതാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. ധൂർത്ത് പോലെ ഒഴിവാക്കേണ്ട സ്വഭാവമാണ് പിശുക്കും. പിശുക്ക് എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി 5ാമത്തെ ചോദ്യം എന്താ? വുളൂ ചെയ്യുന്ന വെള്ളത്തിൽ പോലും ഇസ്രാഫ്, അഥവാ ഇസ്രാഫ് പറഞ്ഞാൽ ദുർവ്യയം ഡാഷ്. അവിടെ എന്താണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്? പാടില്ല. വുളൂ ചെയ്യുന്ന വെള്ളത്തിൽ പോലും ഇസ്രാഫ് പാടില്ല. 6ാമത്തെ ചോദ്യം, റോഡിലും വഴിയിലും കൂവി വിളിച്ച് ശല്യപ്പെടുത്തുന്നത്. റോഡിലും വഴിയിലൊക്കെ ഒച്ചപ്പാടുണ്ടാക്കിങ്ങാണ്ട് കൂവി വിളിച്ച് ശല്യപ്പെടുത്തുന്നത് എന്താണ്? അതിൻ്റെ നമ്മളെ പുസ്തകത്തിലുണ്ട്. അതിൻ്റെ അവസാന ഭാഗം എന്താണ് ചേർത്ത് കൊടുക്കുക? ദ്രോഹമാണ്. നമ്മൾ പഠിച്ചിരിക്കണമല്ലോ, റോഡിലും വഴിയിലും കൂവി വിളിച്ച് ശല്യപ്പെടുത്തുന്നത് ദ്രോഹമാണ്. ഉത്തരങ്ങൾ നമുക്കൊന്നുകൂടി നോക്കാം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. മൻ കാന യുഅ്മിനു ബില്ലാഹി വല്യൗമിൽ ആഖിരി ഫൽയുഹ്സിൻ ഇലാ ജാരിഹി. 3ാമത്തത് മൻ കാന യുഅ്മിനു ബില്ലാഹി വല്യൗമിൽ ആഖിരി ഫൽയുക്രിം ലൈഫഹു. 4ാമത്തത് ധൂർത്ത് പോലെ ഒഴിവാക്കേണ്ട സ്വഭാവമാണ് പിശുക്കും. 5ാമത്തത് വുളൂ ചെയ്യുന്ന വെള്ളത്തിൽ പോലും ഇസ്രാഫ് പാടില്ല. 6ാമത്തത് റോഡിലും വഴിയിലും കൂവി വിളിച്ചു ശല്യപ്പെടുത്തുന്നത് ദ്രോഹമാണ്. ഇനി 3ാമത്തെ ആക്ടിവിറ്റി സാരം എഴുതാം. ഇവിടെ 2 ചോദ്യങ്ങളാണുള്ളത്. 1ാമത്തത് വക്കുലു വഷ്റബു വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. വക്കുലു വഷ്റബു വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. എന്താണ് അതിൻ്റെ അർത്ഥം? നിങ്ങൾ തിന്നുക, കുടിക്കുക, നിങ്ങൾ അമിതമാക്കരുത്. നിങ്ങൾ തിന്നുക, കുടിക്കുക, നിങ്ങൾ അമിതമാക്കരുത്. തീർച്ചയായും അമിതമാക്കുന്നവരെ അവൻ ഇഷ്ടപ്പെടുകയില്ല. എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. 2ാമത്തേത് എന്താണ്? ഇത്തഖുല്ലുൽമ ഫ ഇന്നല്ലുൽമ ളുൽമാത്തുൻ യൗമൽ ഖിയാമത്തി. ഇത്തഖുല്ലുൽമ ഫ ഇന്നല്ലുൽമ ളുലുമാത്തുൻ യൗമൽ ഖിയാമത്തി. എന്താ അർത്ഥം? അക്രമം നിങ്ങൾ സൂക്ഷിക്കുക, കാരണം അക്രമം അന്ത്യദിനത്തിൽ ഇരുളുകളായിരിക്കും. അക്രമം നിങ്ങൾ സൂക്ഷിക്കുക, കാരണം അക്രമം അന്ത്യദിനത്തിൽ ഇരുളുകളായിരിക്കും. അതാണ് അതിൻ്റെ അർത്ഥം. ഉത്തരങ്ങളൊന്നും കൂടി നോക്കാം. വക്കുലു വഷ്റബു വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. അതിൻ്റെ അർത്ഥം നിങ്ങൾ തിന്നുക, കുടിക്കുക, നിങ്ങൾ അമിതമാക്കരുത്. തീർച്ചയായും അമിതമാക്കുന്നവരെ അവൻ ഇഷ്ടപ്പെടുകയില്ല. 2ാമത്തത് ഇത്തഖുല്ലുൽമ ഫ ഇന്നല്ലുൽമ ളുലുമാത്തുൻ യൗമൽ ഖിയാമത്തി. അക്രമം നിങ്ങൾ സൂക്ഷിക്കുക, കാരണം അക്രമം അന്ത്യദിനത്തിൽ ഇരുളുകളായിരിക്കും. 4ാമത്തെ ആക്ടിവിറ്റി പൂരിപ്പിക്കാം. ഒറ്റ ചോദ്യമുള്ളൂ, അത് പല ഭാഗങ്ങളിലായിട്ടാണ് പൂരിപ്പിച്ചു കൊടുക്കാനുള്ളത്. 1. നന്മ ഉപദേശിക്കുകയും ഡാഷ് വിരോധിക്കുകയും ഡാഷ് ജീവനുള്ള ഡാഷ് ആണെന്ന് ഡാഷ് പറഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് നമ്മൾ പൂരിപ്പിക്കുക? നന്മ ഉപദേശിക്കുകയും അത് കഴിഞ്ഞിട്ട് തിന്മ എന്നാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. തിന്മ വിരോധിക്കുകയും. ഇനി അവിടെ ചേർക്കാനുള്ളത് ചെയ്യാത്തവർ എന്നാണ്. നന്മ ഉപദേശിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യാത്തവർ. പിന്നെ ജീവനുള്ള എന്നവിടെ ഉണ്ട്. അതിന് ശേഷം എന്താ? ജീവനുള്ള മൃതദേഹങ്ങൾ എന്നാണ് അവിടെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. മൃതദേഹങ്ങൾ ആണെന്ന് ഡാഷ് പറഞ്ഞിരിക്കുന്നു. ആരാണ് പറഞ്ഞത്? ഹുദൈഫ റളിയല്ലാഹു അൻഹു. അപ്പോൾ അതാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു. ഉത്തരം ഒന്നും കൂടി നോക്കാം. നന്മ ഉപദേശിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യാത്തവർ ജീവനുള്ള മൃതദേഹങ്ങൾ ആണെന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു. 5ാമത്തെ ആക്ടിവിറ്റി 2 വീതം എഴുതാം. 3 ചോദ്യങ്ങളാണ് അവിടെ ഉള്ളത്. ആ ചോദ്യങ്ങൾക്കൊക്കെ ഈ 2 ഉത്തരങ്ങളാണ് എഴുതേണ്ടത്. പുസ്തകത്തിൽ നമ്മൾ അതിനേക്കാൾ ഉത്തരങ്ങൾ കൂടുതൽ പഠിച്ചിട്ടുണ്ടാകും. എങ്കിലും ഇവിടെ 2 എഴുതാനുള്ളത്. പഠിക്കുമ്പോൾ മുഴുവനായിട്ട് പഠിച്ചു വെക്കുക.
ഒന്നാമത്തെ ചോദ്യം എന്താ? വിനാശകരമായ 7 വൻ പാപങ്ങൾ. നമ്മൾ 13ാമത്തെ പാഠത്തിൽ വിനാശകരമായ 7 കുറ്റങ്ങൾ എന്ന് പറഞ്ഞിട്ട് പഠിച്ചല്ലോ. എന്തൊക്കെയാണ് പഠിച്ചത്? 1 അള്ളാഹുവിനോട് പങ്കു ചേർക്കുക, 2 സിഹിർ എന്ന് പറഞ്ഞാൽ മാരണം, സിഹിർ ചെയ്യുക, 3ാമത്തേത് അള്ളാഹു കൊല്ലൽ ഹറാമാക്കിയ ശരീരത്തെ ഹക്ക് കൂടാതെ കൊല്ലുക, 4 പലിശ തിന്നുക, 5 അനാഥകളുടെ ധനം ഭക്ഷിക്കുക, 6ാമത്തേത് ഘോര സമരത്തിൽ നിന്ന് പിന്നോട്ട് ഓടുക, 7 സജ്ജനങ്ങളായ സത്യവിശ്വാസിനികളെ വ്യഭിചാരാരോപണം നടത്തുക. ഇങ്ങനെ 7 വൻ പാപങ്ങൾ നമ്മൾ പഠിച്ചു. അതിലേതെങ്കിലും 2 ഇവിടെ എഴുതി കൊടുക്കാനുള്ളത്. 2ാമത്തെ ചോദ്യം അഹങ്കാരത്തിൻ്റെ ലക്ഷണങ്ങൾ. എന്തൊക്കെയാണ്? നമ്മൾ അഹങ്കാരത്തിൻ്റെ ലക്ഷണങ്ങൾ പഠിച്ചല്ലോ. 12ാമത്തെ പാഠം പുഞ്ചിരിക്കാത്തവർ എന്നുള്ള പാഠത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ്? വലിയവനാണെന്ന് നടിച്ച് ഗമയിൽ നടക്കുക, പിന്നെ മറ്റൊന്ന് മറ്റുള്ളവരെ നിസ്സാരമായി കാണുക, പിന്നെ വേറൊന്ന് ജനങ്ങളിൽ നിന്ന് മുഖം തിരിച്ചു കളയുക, മറ്റൊന്ന് പൊങ്ങച്ചം പറയുക. ഇതൊക്കെ അഹങ്കാരികളുടെ ലക്ഷണമാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും 2 ഇവിടെ എഴുതേണ്ടത്. 3ാമത്തെ ചോദ്യം സത്യവിശ്വാസികളുടെ കടമകൾ. സത്യവിശ്വാസികളുടെ കടമകൾ നമ്മൾ ആദ്യ പാഠത്തിൽ സഹോദരി എന്നുള്ള 1ാമത്തെ പാഠത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. 6 കടമകൾ പരസ്പരം ഉണ്ടല്ലോ. എന്താണത് നമുക്ക് നോക്കാം. 1 കാണുമ്പോൾ സലാം പറയൽ, 2 ക്ഷണം സ്വീകരിക്കൽ, 3 സതുപദേശം തേടിയാൽ നന്മ ഉപദേശിക്കൽ, 4 തുമ്മി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അവനോട് യർഹമുക്കല്ലാ എന്ന് പറയൽ, 5 രോഗിയായാൽ ചെന്നു കാണൽ, 6 ജനാസയെ അനുഗമിക്കൽ. ഇങ്ങനെ 6 കടമകൾ, സത്യവിശ്വാസികൾ പരസ്പരമുള്ള 6 കടമകൾ നമ്മൾ പഠിച്ചു. അതിൽ ഏതെങ്കിലും 2 ഇവിടെ എഴുതേണ്ടത്. ഉത്തരങ്ങളൊന്നും കൂടി നോക്കാം. വിനാശകരമായ 7 വൻ പാപങ്ങൾ 2 എഴുതാനാണ്. 1 അള്ളാഹുവിനോട് പങ്കു ചേർക്കുക, 2 സിഹിർ അഥവാ മാരണം ചെയ്യുക. 2ാമത്തെ ചോദ്യം അഹങ്കാരത്തിൻ്റെ ലക്ഷണങ്ങൾ. അതിൻ്റെ ഉത്തരം 1 വലിയവനാണെന്ന് നടിച്ച് ഗമയിൽ നടക്കുക, 2 മറ്റുള്ളവരെ നിസ്സാരമായി കാണുക. 3ാമത്തെ ചോദ്യം സത്യവിശ്വാസികളുടെ കടമകൾ. അതിൻ്റെ ഉത്തരം 1 കാണുമ്പോൾ സലാം പറയൽ, 2 ക്ഷണം സ്വീകരിക്കൽ. നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ അതിൽ എത്രയൊക്കെയാണ് ഉത്തരങ്ങളുള്ളത് അത് മുഴുവനായിട്ട് പഠിക്കുക. ചിലപ്പം 1 എഴുതാനേ വരുള്ളൂ, ചിലപ്പോൾ 2 എഴുതാൻ വരും, ചിലപ്പോൾ മുഴുവനായിട്ട് എഴുതാനൊക്കെ ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് മുഴുവൻ പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി 6ാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം. 4 ചോദ്യങ്ങളാണുള്ളത്. ചോദ്യങ്ങളൊക്കെ വായിച്ചു നോക്കി അതിൻ്റെ കൃത്യമായ ആൻസർ ഇതാണ് വേണ്ടത്. ഇവിടെ 1ാമത്തെ ചോദ്യം ഹസദ് എന്നാൽ എന്ത്? ഹസദ് എന്ന് പറഞ്ഞാൽ അസൂയ നമുക്കറിയാലോ. ഹസദ് എന്നാൽ എന്താണ്? തൻ്റെ സഹോദരന് അള്ളാഹു നൽകിയ നിഅമത്ത് നീങ്ങാൻ ആഗ്രഹിക്കലാണ്. തൻ്റെ സഹോദരന് അള്ളാഹു നൽകിയ നിഅമത്ത് നീങ്ങാൻ ആഗ്രഹിക്കലാണ്. ഇതിനാണ് ഹസദ് എന്ന് പറയാം. 2ാമത്തെ ചോദ്യം തീനത്തുൽ ഖബാൽ എന്താണ് തീനത്തുൽ ഖബാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ആൻസർ നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് വെന്തൊഴുകുന്ന ദുർജലം. എന്താണ്? നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് വെന്തൊഴുകുന്ന ദുർജലം. ഇനി 3ാമത്തെ ചോദ്യം ധൂർത്ത് എന്നാൽ എന്താണ് ധൂർത്ത് എന്ന് പറഞ്ഞാൽ? അതിൻ്റെ ഉത്തരം അനാവശ്യമായി ധനം ചെലവഴിക്കലാണ് ധൂർത്ത്. അനാവശ്യമായി ധനം ചെലവഴിക്കലാണ് ധൂർത്ത്. 4ാമത്തെ ചോദ്യം അതിഥി സൽക്കാരത്തിന് പ്രതിഫലം ലഭിക്കാൻ എന്ത് വേണം? നമ്മൾ ആളുകളൊക്കെ സൽക്കരിക്കുമല്ലോ. അപ്പോൾ ആ സൽക്കാരത്തിന് പ്രതിഫലം ലഭിക്കണമെങ്കിൽ എന്താണ് വേണ്ടത്? എന്താണ് അതിൻ്റെ ആൻസർ? നിയ്യത്ത് നന്നായിരിക്കണം. അതാണ് അതിൻ്റെ ഉത്തരം. ഉത്തരങ്ങൾ നമുക്കൊന്നും കൂടി നോക്കാം. ഹസദ് എന്നാൽ എന്ത്? അതാണ് 1ാമത്തെ ചോദ്യം. ഉത്തരം തൻ്റെ സഹോദരന് അള്ളാഹു നൽകിയ നിഅമത്ത് നീങ്ങാൻ ആഗ്രഹിക്കൽ. 2 തീനത്തുൽ ഖബാൽ എന്താണ്? ഉത്തരം നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് വെന്തൊഴുകുന്ന ദുർജലം. 3ാമത്തെ ചോദ്യം ധൂർത്ത് എന്നാൽ എന്ത്? അതിൻ്റെ ആൻസർ അനാവശ്യമായി ധനം ചെലവഴിക്കലാണ്. 4 അതിഥി സൽക്കാരത്തിന് പ്രതിഫലം ലഭിക്കാൻ എന്ത് വേണം? അതിൻ്റെ ഉത്തരം നിയ്യത്ത് നന്നായിരിക്കണം. ഇനി 7ാമത്തെ ആക്ടിവിറ്റി ക്രമത്തിലാക്കാം. ഒറ്റ ചോദ്യമുള്ളൂ, ഒരു ഹദീസാണ്. അത് ഓർഡർ തെറ്റിച്ചിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മളത് കറക്റ്റ് ക്രമത്തിലാക്കി കൊടുക്കുകയാണ് വേണ്ടത്. എന്താണ്? ഇയ്യാക്കും വൽ ഹസദ കമാ തഅക്കുലുൻ നാറു യഅക്കുലുൽ ഹസനാത്തി ഫ ഇന്നൽ ഹസദ അൽ ഹതബ. അതെങ്ങനെ ഓർഡറിലാക്കാം? നമുക്ക് ആദ്യം ഇയ്യാക്കും അതുതന്നെയാണ് ആദ്യം കൊടുക്കേണ്ടത്. പിന്നെ വൽ ഹസദ അതുതന്നെയാണ് 2ാമതായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇയ്യാക്കും വൽ ഹസദ.
പിന്നെ മൂന്നാമതായിട്ട് കൊടുക്കുന്നത് ഫ ഇന്നൽ ഹസദ, അതാണ് ആദ്യം മൂന്നാമതായിട്ട് കൊടുക്കേണ്ടത്. പിന്നെ നാലാമതായിട്ട് യഅ്കുലുൽ ഹസനാത്തി, അതാണ് വരിക. പിന്നെ അഞ്ചാമതായിട്ട് കമാ തഅ്കുലുന്നാറു. പിന്നെ അവസാനമായിട്ട് അൽ ഹതബ, ഇങ്ങനെയാണ് ഓർഡറിലാക്കുക. അപ്പോൾ ഇങ്ങനെ വരിക ഇയ്യാക്കും വൽ ഹസദ ഫ ഇന്നൽ ഹസദ യഅ്കുലുൽ ഹസനാത്തി കമാ തഅ്കുലുന്നാറു അൽ ഹതബ. ഉത്തരം ഒന്നും കൂടി പറയാം. ഇയ്യാക്കും വൽ ഹസദ ഫ ഇന്നൽ ഹസദ യഅ്കുലുൽ ഹസനാത്തി കമാ തഅ്കുലുന്നാറു അൽ ഹതബ. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക. അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. അല്ലാഹു തആല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ, ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.